ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹാവിംഗ് ഹൈറ്റ് h സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയുന്നത്. ഞാൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഹൈറ്റ് h എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇതിന് നെയിമും ചെയ്ത് സൈഡിന് ഒരു ലെങ്തും കൊടുക്കാം. നോക്കിയോ, ഞാൻ നെയിം ചെയ്യാൻ പോകുന്നത് ABC. ഇവിടെ വന്ന് O എന്നും പറഞ്ഞു. ഹൈറ്റ് h നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇത്തവണ ഓരോ സൈഡും x എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് മുഴുവനാണ് x. അപ്പോൾ OC എത്ര ആവും? x/2 ആവും. OC x/2. ഹൈറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കി, AOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കി, അതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഹൈറ്റ് പൈതഗോറസ് തിയറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാമേ. എന്തായിരിക്കും? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. തന്നെ ഇവിടെ റിലേഷൻ എഴുതാം. ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ x സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ x/2 ഹോൾ സ്ക്വയർ. തന്നെ എങ്ങനെയാണ് പറഞ്ഞോളൂ? x സ്ക്വയർ മൈനസ് x സ്ക്വയർ ബൈ 4. ഇതെന്താവും? 4 x 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ ബൈ 4 അല്ലേ? 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ എത്രയാണ്? 3x സ്ക്വയർ 3x സ്ക്വയർ ബൈ 4 ആണ് റൂട്ട് ഓഫ്. ഇരുന്നേ എന്തൊക്കെ റൂട്ട് എടുക്കാൻ അറിയാമോ? എക്സിന്റെ റൂട്ട് എടുക്കാം, സോറി x സ്ക്വയറിന്റെ റൂട്ട് എടുക്കാം, 4ന്റെ റൂട്ട് എടുക്കാം, 3നെയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. എങ്ങനെ നോക്കിയോ? x സ്ക്വയറിന്റെ റൂട്ട് ആണ് x തന്നെയാണ്, 1/4ന്റെ റൂട്ട് ആണ് 1/2 ആണ്. അപ്പം x/2 റൂട്ട് 3നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. x നിന്ന് x സ്ക്വയറിന് x വെളി എടുത്തു, 4 2 എടുത്തു. x/2 റൂട്ട് 3 ആണ് ഹൈറ്റിന്റെ ഇക്വേഷൻ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എത്ര സൈഡ് ആവട്ടെ, 10 എന്ന് വെച്ചു. എങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ കൊടുത്താൽ 10/2 റൂട്ട് 3 5 റൂട്ട് 3 ആണ് അതിന്റെ ഹൈറ്റ്. ഇപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 1535 എന്ന് വെച്ചു. എന്ത് ചെയ്യും? 1535/2 റൂട്ട് 3 അത്രയേ ഉള്ളൂ. അപ്പൊ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാകുന്ന ഹൈറ്റ് കണ്ടുപിടിക്കാതെ x/2 റൂട്ട് 3 എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ആണ് കിട്ടിയത്. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമേ. പറഞ്ഞോളൂ. ഹാഫ് ഇൻറ്റു ഇത്തവണ ബേസ് നമുക്ക് ഫുൾ അങ്ങ് എടുക്കട്ടെ, BC എടുക്കണം, കാരണം അതാണ് x, അതാണ് നമ്മുടെ ബേസ്. ഹൈറ്റ് എത്രയാണ്? x/2 റൂട്ട് 3 x/2 റൂട്ട് ഓഫ് 3. വേറെ വല്ല വന്നാ ഇല്ല. അപ്പൊ 1/2 1/4 റൂട്ട് 3 അവിടെ ഉണ്ട്. എന്ത് ചെയ്യാം? റൂട്ട് 3/4 x സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് 3/4 x സ്ക്വയർ. ഇവിടെ റൂട്ട് 3/2 x. ഇത് തന്നെയാണ് ഈക്വൽ ടു റൂട്ട് 3/2 x. ഇവിടെ റൂട്ട് 3/4 x സ്ക്വയർ ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ x സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നാൽ അതിന് ഹൈറ്റ് എന്ന് വെച്ചാൽ റൂട്ട് 3/2 എക്സും ഏരിയ എന്ന് വെച്ചാൽ റൂട്ട് 3/4 x സ്ക്വയറും ആയിരിക്കും. അത് ഏത് ട്രയാങ്കിളും ആവട്ടെ, ഏത് ട്രയാങ്കിൾ ഏത് ലെങ്ത് ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവട്ടെ, ഈ ഇക്വേഷൻ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഇനി പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയേ. ഹൈറ്റ് h മാത്രമേ തന്നിട്ടുള്ളൂ, ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഇക്വേഷൻ എന്താണ്? ഏരിയ ഇക്വൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചാണ് റൂട്ട് 3/4 x സ്ക്വയർ ആണ്. റൂട്ട് 3/4 x സ്ക്വയർ ആണ് അല്ലേ? ഇതെന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. h നമുക്ക് തന്നിട്ടുള്ളൂ, x നമുക്ക് തന്നില്ല. അപ്പൊ h-ന്റെ ടൈമിൽ വേണം ഉത്തരവും കിട്ടാൻ. ഇതും തന്നെയാണ് h എടുക്കാൻ നോക്കി. h ഈക്വൽ ടു റൂട്ട് 3/2 x ആണ് അല്ലേ? ഞാൻ ഈ റൂട്ട് 3/4 x സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണേ. ഏരിയ ഈക്വൽ ടു റൂട്ട് 3/4 x സ്ക്വയർ ആണ്. ഇതിന് എങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് 3/2 x ഇൻറ്റു x/2 എഴുതിക്കൂടെ? റൂട്ട് 3/2 x ഇൻറ്റു x/2 എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ സാധനം നമ്മൾ എവിടെ കണ്ടു പഠിച്ചു. ഹൈറ്റ് ആണ്. ഹൈറ്റ് ഇൻറ്റു x/2 ആണ് ഏരിയ. എഴുതിക്കൂടെ? ഏരിയ ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു x/2 തന്നെ. പക്ഷെ ഇപ്പോഴും എക്സ് അവിടെ ഉണ്ട്. എക്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇനി എങ്ങനെ എക്സ് മാറ്റില്ലെന്ന് നോക്കാം. എക്സിനെ മാറ്റണ്ടേ? എക്സിനെ മാറ്റാൻ നോക്കാം. നേരെ ആ ഇക്വേഷനോട് നോക്കി കൊടുത്താൽ മതി. ഇതാ നോക്കിയേ, h ഈക്വൽ റൂട്ട് 3/2 x. അന്ന് എക്സ് എന്തായിരിക്കും? 2 ഇങ്ങോട്ട് പോകും, 3 താഴോട്ട് വരും. അപ്പം 2h/√3 എന്ന് വരും. h ഈക്വൽ ടു റൂട്ട് 3/2 x. ഇതിന് എക്സ് എങ്ങനെ എഴുതാൻ പറ്റും?
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പറയാം 2 into h 2h by root 3 equal to x equal to 2h by root 3 ആയിരിക്കൂടെ? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അതെന്നാണ് എഴുതിയത്. ആ എക്സിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. എന്താവും നോക്കിയോ, h by 2x എന്നാണ്. ഏരിയ ഈക്വൽ ടു h by 2x എന്നാണ് അല്ലേ? എക്സ് ഇപ്പൊ എന്ന് കിട്ടി 2h by root 3 കിട്ടി. അപ്പൊ എന്താവും ഏരിയ ഈക്വൽ ടു h by 2 into 2h by root 3 കിട്ടിയില്ലേ? കിട്ടി. ഈ ടൂവും കട്ട് ചെയ്താണ് പ്രശ്നമൊന്നുമില്ലേ? h സ്ക്വയർ ബൈ 1 into root 3 തന്നെയാണ്. അപ്പൊ ഏരിയ ഈക്വൽ ടു h സ്ക്വയർ ബൈ റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ. ഓർ സെന്റിമീറ്റർ അല്ല നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് സ്ക്വയറിന് എഴുതാൻ പറ്റും. യൂണിറ്റ് സ്ക്വയർ കിട്ടിയില്ലേ? ഹൈറ്റ് ആയിരുന്നു തന്ന ഹൈറ്റിന്റെ ടൈംസ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയോ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ whose sides are x centimeter. x സെന്റിമീറ്റർ ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് വേണം. ഞാൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. സൈഡ് എക്സ് ആണ്. എക്സ് ആൻഡ് എക്സ് നെയിം ചെയ്തു എ ബി സി. ഏരിയ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ബേസും വേണം, ഹൈറ്റും വേണം. ബേസ് നമുക്കുണ്ട് എക്സ് ആണ്, പക്ഷെ ഹൈറ്റ് ഇല്ല. ഹൈറ്റ് എന്തായിരിക്കും? ബി സി എന്ന് പറയുന്നതാണ് ബേസ് എന്ന് പറഞ്ഞെടുത്താൽ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ഹൈറ്റ് ഇവിടെ ഞാൻ ഓരുന്നേ എക്സ് സെന്റിമീറ്റർ സൈഡും എ ഒ ആണ് നമ്മുടെ ഹൈറ്റ്. എ ഒ ഇല്ല, പക്ഷെ ശ്രദ്ധിച്ച് നോക്കി എ ഓയിലോട്ട് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എ സി ഒ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ആണ്. റൈറ്റ് ട്രയാങ്കിൾ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതല്ലേ പൈതഗോറസ് തിയറം പറയുന്നത്? അതാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈറ്റ് നമുക്കറിയില്ല. ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർ മൈനസ് സി ഒ സ്ക്വയർ. എ സി സ്ക്വയർ മൈനസ് സി ഒ സ്ക്വയർ. ഓക്കെ അല്ലേ? എ സി പറഞ്ഞോളൂ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഒ സി അല്ലെങ്കിൽ സി ഒ എത്രയാണ്? മുഴുവൻ എക്സ് ആണെങ്കിൽ പകുതി എത്ര ആയിരിക്കും? എക്സ് ബൈ 2 ആയിരിക്കും. എക്സ് ബൈ 2ന്റെ സ്ക്വയർ. ഇതാണ് എക്സ് ബൈ 2 അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. അതാണ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. എക്സ് സ്ക്വയറിന് അതേപോലെ തന്നെ എഴുതാം. എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ സ്ക്വയർ ബൈ 4 തന്നെയല്ലേ? അപ്പം എക്സ് ഇൻറ്റു 4x 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇക്വൽ ടു 4x സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? വേണം. 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ഫുൾ റൂട്ടിനകത്താണ് അല്ലേ? 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എത്ര കിട്ടും? 3x സ്ക്വയർ എന്ന് കിട്ടും. 3x സ്ക്വയർ ബൈ 4 റൂട്ട് ഓഫ് 3x സ്ക്വയർ ബൈ 4. റൂട്ടിനകത്ത് എന്തൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ? എക്സ് സ്ക്വയറും 4. അതിനെ മാത്രം എഴുതിയെടുക്കാം. നോക്കിയോ, എക്സ് സ്ക്വയറിന് എടുത്താൽ എക്സ് വരും, 4 എന്ന് എടുത്താൽ 2 വരും. 1/2 ആയിരുന്നു, അതാണ് 1/2 എഴുതിയെടുത്തത്. റൂട്ടിനകത്ത് എന്ത് മാത്രം ബാക്കി? 3 മാത്രം. അപ്പൊ എക്സ് ബൈ 2 റൂട്ട് 3. ഹൈറ്റ് എന്തെന്ന് പറഞ്ഞ് കിട്ടി? എക്സ് ബൈ 2 റൂട്ട് 3 എന്ന് പറഞ്ഞ് കിട്ടി. എക്സ് സെന്റിമീറ്റർ ഉള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഹൈറ്റ് കിട്ടി കഴിഞ്ഞു. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? പറ്റും. നോക്കിയോ ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന്? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെ. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ടോട്ടൽ ബി സി എന്ന് വെച്ചാൽ നമുക്ക് ബി സി ഒന്നും എഴുതാം, ഒരു സ്റ്റെപ്പ് എഴുതുക. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ഒ മനസ്സിലായില്ലേ? ഹാഫ് ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ എക്സ്, എ ഒ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഹൈറ്റ്. ഹൈറ്റ് എത്രയായി കിട്ടി? എക്സ് ബൈ 2 റൂട്ട് 3 എന്നും പറഞ്ഞ് കിട്ടി. എക്സ് ബൈ 2 റൂട്ട് 3 കിട്ടിയല്ലോ. ഇനി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ ചെയ്ത് നോക്കിയോ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ 1/2 ഇൻറ്റു 1/2 1/4. അതാണ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത്. റിമൈനിങ് റൂട്ട് 3 മാത്രം. അപ്പം എക്സ് ബൈ 4 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എക്സ് സെന്റിമീറ്റർ ഉള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ. നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഹൈറ്റ് ഇല്ലായിരുന്നു. സോ ഹൈറ്റ് ബാക്കി ഉള്ള റിലേഷൻ ഉള്ള വാല്യൂസ് വെച്ച് ഹൈറ്റ് റിലേഷൻ കണ്ടുപിടിച്ചു. എന്ത് കിട്ടി? എക്സ് ബൈ 2 റൂട്ട് 3 കിട്ടി. ആ എക്സ് ബൈ 2 റൂട്ട് 3 നമ്മുടെ ഹൈറ്റ് ആയിരുന്നു. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്.
ചെയ്ത് വന്നപ്പോൾ x²/4 √3 cm². നമുക്ക് കിട്ടും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയോ, ഇഫ് എവറി സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഡബിൾഡ് ഹൗ മച്ച് വിൽ ദ ഏരിയ ഇൻക്രീസ്? ഏത് ട്രയാങ്കിളോ ആയിക്കോട്ടെ, നമ്മൾ സൈഡ് എല്ലാം ഡബിൾ ആക്കി. എ എന്ന് പറയുന്ന സൈഡ് 2 ആക്കി, സി എന്ന് പറയുന്നത് 2c ആക്കി. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എത്ര തവണ ഏരിയ ഇൻക്രീസ് ചെയ്യും നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ വിചാരിക്കും 2 ടൈംസ് ആയിരിക്കും, ചിലപ്പം 2 ടൈംസ് ആവും. അതേ 3 ടൈംസ് ആവില്ല. എത്ര ആവുമെന്ന് നമുക്ക് ഡൗട്ടായിരിക്കും, മനസ്സിലല്ലേ? നമുക്ക് എങ്ങനെയാണ് കൃത്യമായി ചെയ്ത് കണ്ടുപിടിക്കാം? ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ആ വാല്യൂ കണ്ടുപിടിക്കാനല്ല, നമ്മൾ 2 കണ്ടീഷനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം. കമ്പയർ ചെയ്ത് ഏകദേശം ഒരു സൈഡ് എത്തുമ്പോഴേ ഇത് നമുക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവുന്ന രീതിയാണ്, അല്ലെങ്കിൽ രണ്ടും ക്യാൻസൽ ആവും എന്നുള്ള രീതിയാകുമ്പോൾ നമ്മളങ്ങനെ റേഷ്യോ എടുക്കും. റേഷ്യോ എടുക്കുമ്പോൾ എത്ര തവണയാണ് ഒന്നിനെ സംബന്ധിച്ച് മറ്റത് വന്നത് എന്ന് കിട്ടും. ഒന്നും ചെയ്ത് നോക്കരുത് കേട്ടോ, ഫുള്ള് ഉത്തരം എഴുതി കണ്ടുപിടിക്കരുത്. ഇപ്പം ഞാൻ ഒരു ട്രയാങ്കിൾ എടുത്തു, അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു, മറ്റേ ട്രയാങ്കിൾ അതിൻ്റെ ഉത്തരവും കണ്ടുപിടിച്ചു. രണ്ടിൻ്റെ അവസാന വാല്യൂ കിട്ടി അത് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ചെയ്ത് പോവാം, ഒന്നിനെ റിലേറ്റ് ചെയ്ത് മറ്റത് എഴുതി പോവാം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യല്ലേ, ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ വേണം ഫോളോ ചെയ്ത് പോകാൻ. നോക്കിയോ, ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ 2 പോർഷനായിട്ട് എഴുതുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഡബിൾ സൈഡിലെ കാര്യം. നോക്കിയോ, സൈഡുകൾ ABC ഒരു പ്രശ്നമില്ല. സെമി പെരിമീറ്ററിന് S ആണ് കൊടുക്കുക. ഇവിടെ 2A 2B 2C. സെമി പെരിമീറ്റർ എത്രയാണ് നമുക്ക് അറിയില്ല, 2A ആണോ 2C ആണെന്ന് അറിയില്ല. സോ അത് നമ്മൾ S' എന്ന് കൊടുക്കും. ഇത് തമ്മിലാണ് കമ്പയറിങ് നമുക്ക് അറിയാവുന്നത്. എസും അറിയില്ല, S' അറിയില്ല. S നമുക്ക് കണ്ടുപിടിക്കാം. S = A+B+C/2. ഇവിടുത്തെ S' എത്രയാണ്? S' = 2A + 2B + 2C/2. എല്ലാത്തിനും 2 കോമൺ അല്ലേ, മുകളിലത്തെ ന്യൂമറേറ്റർ ഇല്ല എല്ലാ ടേംസിലും. അപ്പൊ 2 എന്തെടുക്കാം? = 2 × A + B + C/2. കിട്ടില്ലേ? ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ S' എന്ത് കിട്ടി എനിക്ക്? A + B + C എന്ന് കിട്ടി. S' ഞാൻ മാച്ചലാണ് A + B + C എന്ന് കിട്ടി. S' കമ്പയർ ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് സ്ഥലം ഇതാണ്. S' A + B + C യും S A + B + C/2. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് എഴുതാൻ നോക്കിയോ, ഇവിടെ എഴുതാനേ S = ഇംഗ്ലീഷ് വേണ്ട, കമ്പയർ ഫസ്റ്റ്. S = A + B + C ആണ്. A + B + C അതിന്റെ വാല്യൂ S' ആണ്. S'/2 എഴുതിക്കൂടെ? ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് തവണ കമ്പയർ ചെയ്തു. സെക്കൻഡ് ഞാൻ പിടിക്കാം. ഏരിയയിലോട്ട് പോവാം. ഏരിയ = S × S - A × S - B × S - C. പ്രത്യേകിച്ച് എന്തായിരിക്കും? ഏരിയ = S ആണോ? S അല്ല, S' ആണ്. S' - A ആണോ 2A ആണ്? 2A ആണ്, കാരണം ഈ ട്രയാങ്കിളിന്റെ ലെങ്ത് 2A ആണ്. S' - 2B S' - 2C. ഓക്കെ, ഫസ്റ്റ് ഏരിയ, സെക്കൻഡ് ഏരിയ. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? S = S'/2 അല്ലേ. അപ്പം ഇതൊന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇംപ്ലൈസ് 2S = S'. എവിടെ വന്നാലും എനിക്ക് അങ്ങനെ 2S എന്ന് എഴുതി കൂടെ എഴുതാം എന്നാണ് നമ്മൾ ചെയ്തു വന്നതിന്റെ മീനിങ്. S' എവിടെ കാണുന്നോ അവിടെ 2S എഴുതാം. ഇവിടെ കുറെ S' കാണുന്നില്ലേ, അവിടെ 2S എഴുതി നോക്കാം. S' പകരം 2S, അടുത്ത S' പകരം 2S - 2A, അടുത്ത S' പകരം 2S - 2B, then 2S - 2C. എന്തൊക്കെയാ പറഞ്ഞു? ഇതല്ലേ എല്ലാത്തിനും ഒരു 2 ഫാക്ടർ കോമൺ. നോക്കി 2S അവിടെ തന്നെ കിട്ടും. ഈ അല്ലാതെ 2A 2C വരുന്നതാണ് നമ്മൾ കോമൺ കാണുന്നത്. ഇത് രണ്ടിനും കോമൺ എടുത്താൽ എന്ത് വരും? 2 × S - A. ഇവിടെ നോ 2 × S - B. ഇവിടെ നോ 2 × S - C. കിട്ടി. നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചോക്കെ. 2 × ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവിടെ സം ഒന്നുമില്ല. ഓരോ ഇൻഡിവിജ്വൽ ബ്രാക്കറ്റിനകത്ത് മാത്രമേ സബ്ട്രാക്ഷൻ ഉള്ളൂ. 2S × ഈ ഒരു വാല്യൂ 5, പിന്നെ ഈ ഒരു വാല്യൂ, പിന്നെ ഈ വാല്യൂ. ഇതിലും 2 കോമൺ ഇല്ലേ? 2 കോമൺ അല്ല, സോറി, ഇതിലെല്ലാത്തിനും 2 ഇല്ലേ? അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 4, 2 × 2 4, 4 × 4 16.
എന്ത് എഴുതാൻ പറ്റും? 16s ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി എന്ന് എഴുതിക്കൂടെ? റൂട്ട് ഓഫ് എഴുതാമേ, നോക്കിയോ. 2 into 2, 4 into 2, 8 into 16. 16s into s minus a, s minus b, s minus c. മനസ്സിലായോ? ഇവിടെ വരെ എത്തി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഇത്രയും പോർഷൻ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി. ഇതാ കിടക്കുന്നു. ഇവിടെ ഫസ്റ്റ് ഏരിയ ആണ്. ഏരിയ 1 എന്നിടാമേ. ഏരിയ 1ഉം ഇത് ഏരിയ 2. ഏരിയ 1 ആണ് ഇതായി കിടക്കുന്നത്. അതല്ലേ ഇതിനകത്തൊരു പോർഷൻ തന്നെ. √16 എനിക്ക് എന്ത് എഴുതാൻ അറിയാമോ? ശരി, സ്ഥലമില്ലാതായിപ്പോയല്ലോ. നമുക്ക് ഇതിന്റെ ബാക്കി ഇങ്ങോട്ട് എഴുതാം. ഇവിടെ നിൽക്കട്ടെ. അതിന്റെ ബാക്കിയാണ് √16 എന്ന് പറഞ്ഞാല് 4 വെളിയിലെടുക്കൂലേ? 4 വെളിയിലെടുക്കാം. ഏരിയ 2 ഈക്വൽ ടു 4 ഇൻറ്റു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി തന്നെയല്ലോ. 4 ഇൻറ്റു റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. നോക്കി, ഈ കിടക്കുന്ന വാല്യൂ ആണ് ഏരിയ 1. അപ്പൊ എനിക്ക് എന്ത് എഴുതാന്ന് അറിയാമോ? ഏരിയ 2 ഈക്വൽ ടു 4 ഇൻറ്റു റൂട്ടിന് മുഴുവനുണ്ട്. സെയിം അല്ല എനിക്ക് എഴുതിയാൽ ചെയ്യുന്നത്. എന്തെഴുതാം? ഏരിയ 1 എന്ന് എഴുതാം. ഏരിയ 2 ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ 1. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ രണ്ടാമത് ചെയ്ത കിട്ടുന്ന ഏരിയ, സൈഡ് ഡബിൾ ആക്കിയാൽ കിട്ടുന്ന ഏരിയ ആദ്യം കിട്ടിയതിന്റെ 4 ടൈംസ് ആയി. നമ്മൾ കണ്ടുപിടിച്ചു, ചെയ്തില്ലേ? അതാണ് പറഞ്ഞത്. നമ്മൾ എന്താണ് ചെയ്തത്? എ കോമ ബി കോമ സി എസ് സെമി പെരിമീറ്റർ, 2a 2b 2c സെമി പെരിമീറ്റർ ആണ് എസ് ഡാഷ്. ഈ എസ് ഡാഷും ആ എസ് ഡാഷും നമുക്ക് ആദ്യം അറിഞ്ഞുകൂടെ? ആദ്യം എസിന്റെ ഇക്വേഷൻ വേണം, a പ്ലസ് ബി പ്ലസ് സി പെരിമീറ്റർ. രണ്ടാമത് എസ് ഡാഷിന്റെ ഇക്വേഷൻ വേണം, 2a പ്ലസ് 2b പ്ലസ് 2c പെരിമീറ്റർ. സെമി പെരിമീറ്റർ ആണ്. അപ്പം ആ ഡബിൾ ആക്കിയത് കൂട്ടിയാലേ പറ്റത്തുള്ളൂ. എ പ്ലസ് ബി പ്ലസ് സി കിട്ടി. 2 കട്ടായി പോയി. ഇവിടെ എസ് ഡാഷ് ഈക്വൽ എ പ്ലസ് ബി പ്ലസ് സിയും ഇവിടെ എസ് ഈക്വൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അപ്പൊ ഇതിന് പകരം എസ് ഡാഷ് കൊടുത്തൂടെ? കൊടുക്കാം. അതാണ് എസ് ഈക്വൽ ടു എസ് ഡാഷ് ബൈ 2. അല്ലെങ്കിൽ എസ് ഡാഷ് ഈക്വൽ ടു 2s, എസ് ഡാഷ് ഈക്വൽ ടു 2s. അതായിരുന്നു. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ നോക്കി. സെക്കൻഡിന്റെ ഡബിൾ ചെയ്ത് ഏരിയ 2 ഈക്വൽ ടു എസ് ഡാഷ് ഇൻറ്റു എസ് ഡാഷ് മൈനസ് ഫസ്റ്റ് സൈഡ്. 2a ആണ് ഫസ്റ്റ് സൈഡ്, എ അല്ല. എസ് ഡാഷ് മൈനസ് 2b എസ് ഡാഷ് മൈനസ് 2c. നമ്മൾ തൊട്ട് നമുക്ക് കമ്പയർ ചെയ്ത വാല്യൂ എന്ന് വെച്ചാൽ എസ് ഡാഷ് എവിടെ കണ്ടാലും 2s എഴുതാമെന്നാണ്. ഇത് രണ്ടും ഈക്വൽ ആയിട്ട്. അപ്പൊ ഞാൻ കണ്ട ഈ എസ് ഡാഷിന് പോലെ എല്ലാം ഞാൻ 2s ആണ്. 2s എന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്തു. 2 കോമൺ എടുത്തു. കോമൺ എടുത്തെല്ലാം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 16. ഇതിനെ ഇങ്ങോട്ട് എഴുതിയപ്പം 4 റൂട്ടിന് വെളിയിൽ വേണം. അപ്പൊ എന്താണെന്ന് നോക്കിയോ? 4 പഠിച്ച ഇക്വേഷൻ. ഇക്വേഷനാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചത്. ഏരിയ 1 എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് പകരം ഏരിയ 1 കൊടുത്തൂടെ? ഏരിയ 2 4 ഇൻറ്റു ഏരിയ 1. ഓക്കെ അല്ലേ? ഇങ്ങനെ വേണം കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. എത്ര തവണ ഇൻക്രീസ് ചെയ്യണം, എത്ര തവണ ഡിക്രീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു വരില്ലേ? ഇപ്പൊ ഫസ്റ്റ് ടൈം ആയതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഏരിയ 1 ബൈ ഏരിയ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി ഹോൾ ബൈ റൂട്ട് ഓഫ്, ഇത് നമുക്കറിയാം 2s ആണ്. 2s ഇൻറ്റു 2s മൈനസ് 2a 2s മൈനസ് 2b 2s മൈനസ് 2c. ഇങ്ങനെയാണ് എഴുതി പോകുന്നത്. ആദ്യമേ റേഷ്യോ എടുത്ത് ഫ്രാക്ഷൻ ആക്കി പോകും. അങ്ങോട്ട് പോകുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയി വരും. ഇതാണ് എഴുതിയിരിക്കുന്നത്. കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ ഒരു 4 മാത്രം വരും. a1 ബൈ a2 ഈക്വൽ ടു 1/4 എന്ന് വരും. അത് a1 എന്ത് കിട്ടും? a1 ഇൻറ്റു 4 ഈക്വൽ ടു a2 എന്ന് വരും. അതല്ലേ ഇവിടെ കിട്ടും. a1 ഇൻറ്റു 4 ഈക്വൽ ടു a2 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ എല്ലാം എഴുതിക്കുന്നത്. ഫസ്റ്റ് ടൈം പറയുന്നതാണ് ഞാൻ 2 ആക്കി പറഞ്ഞത്. എന്താണ് ഒന്നും ചെയ്ത് പോയിന്റ് ഫുള്ള് ആദ്യമേ കമ്പയർ ചെയ്ത് വരിക. കമ്പയർ ചെയ്ത് വരുമ്പോൾ ക്യാൻസൽ ആയി പോകുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയോ? ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 50 centimeter. One side of a triangle is 4 centimeter longer than the smaller side, and the third side is 6 centimeter less than twice the smaller side. And the area of triangle area triangle perimeter 50 centimeter തന്നിട്ടുണ്ട്. ഒരു സൈഡ് ഏറ്റവും ചെറിയ സൈഡിനെക്കാട്ടി 4 സെന്റിമീറ്റർ കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ സ്മാളർ സൈഡിന്റെ ടോയ്സ് ഇരട്ടി, അതിൻ്റെ 6 കുറവുമാണ്. അതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. നമുക്ക് ആ കണ്ടീഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാം. നോക്കിയോളൂ. നമുക്ക് എന്തൊക്കെ അറിയാം? എ ഉണ്ട്, ബി
ഉണ്ട് സി ഉണ്ട്. ഇത് ട്രയാങ്കിളിന്റെ 3 സൈഡിൽ അല്ലേ. ബി എന്ന് പറഞ്ഞാൽ വൺ സൈഡ് എന്നേ പറഞ്ഞോളൂ. ബി ഈസ് 4 സെന്റിമീറ്റർ ലോവർ ദാൻ ദ സ്മാളർ സൈഡ്. നമുക്ക് ഇപ്പോൾ സി എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ് സി, അതാണ് ഏറ്റവും ചെറുതെന്ന് മനസ്സിൽ വിചാരിക്കുക. പക്ഷേ ലെറ്റ് സി ബി ദ സി ആണ് സ്മാളസ്റ്റ് സൈഡ്. ഇതാദ്യം എഴുതുക. ഇപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴായാലും നിങ്ങൾ എന്തെങ്കിലും അസ്യൂം ചെയ്താൽ അസ്യൂം ചെയ്ത് കൃത്യം അവിടെ എഴുതിയേക്കുക. എന്നാലേ നോക്കുന്നയാളിന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുള്ളൂ. നോക്കിക്കോ, ലെറ്റ് സി ബി ദ സ്മോളസ്റ്റ് സൈഡ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 4 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ സ്മോളസ്റ്റ് സൈഡ്. നോക്കിക്കോ, അപ്പൊ എന്താണ് നമുക്ക് എഴുതാൻ കഴിയുന്നത്? ബി ഈസ് അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതണ്ട. ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ പ്ലസ് സി. സി സ്മാളർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തു. അതാണ് 4 പ്ലസ് സി എന്ന് എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞാണ് ദ തേർഡ് സൈഡ് ഈസ് 6 സെന്റിമീറ്റർ ലെസ് ദാൻ ടോയ്സ് ദ സ്മാളർ സൈഡ്. മൂന്നാമത്തെ സൈഡ് എന്നാണ് പറയുന്നത്. ഞാനത് എ എന്നും പറഞ്ഞിരിക്കുക. എന്താ പറയുക? 2 ടൈംസ് സിന്റെ കാട്ടി 6 കുറവാണ്. അങ്ങനെ 2 ടൈംസ് സി എടുത്തത് സ്മാളസ്റ്റ് നമ്മൾ സി എന്ന് അസ്യൂം ചെയ്തത്. അന്ന് 6 കുറവാണ്. ബി ഈക്വൽ ടു 4 പ്ലസ് സിയും എ ഈക്വൽ ടു 2c മൈനസ് 6 എന്നും പറഞ്ഞു. സി എത്രയാണെന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് സിയിലോട്ട് പോകണമെന്ന് നോക്കിയത്? പെരിമീറ്റർ 50 തന്നിട്ടുണ്ട് അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി അങ്ങനെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. എ എന്താണ്? 2c മൈനസ് ഡി. ഇതാ അങ്ങോട്ട് എഴുതാനേ 2c മൈനസ് ഡി. ബി എന്താണ്? 4 പ്ലസ് സി. 4 പ്ലസ് സി പ്ലസ് സി വേണ്ടേ? എന്താണ് നമുക്കറിയില്ല. നമ്മൾ സി എന്ന് അങ്ങനെ കൊടുക്കുന്നു. 50 എന്ന് കിട്ടും. 2c പ്ലസ് സി എത്രയാണ്? 4c മൈനസ് ബി. സോറി, മൈനസ് ബി അല്ലായത് -6 ആണ്. 2c മൈനസ് 6 എന്നല്ലേ? അതെ. -6 പ്ലസ് 4 എത്രയാണ്? -2. 4c മൈനസ് 2 ഈക്വൽ ടു 15. 4c ഈക്വൽ ടു 52. c ഈക്വൽ ടു 13. c ഈക്വൽ ടു 13 എന്ന് കിട്ടിക്കഴിഞ്ഞു. c 13 ആണെങ്കിൽ എയും ബിയും കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. a ഈക്വൽ ടു 2c മൈനസ് 6. 2 into c എത്രയാണ്? 26. 26 മൈനസ് 6 20. b ഈക്വൽ ടു 4 പ്ലസ് സി. സി 13 ആണ്. 4 കൂട്ടിയാൽ 17. സി എന്ന് പറയുന്നത് 13 തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. a ഈക്വൽ ടു 20, b ഈക്വൽ ടു 17 ആൻഡ് c ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്ന് നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോണ്ടേ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതാണ് ക്വസ്റ്റ്യൻ. ഏരിയ എന്ത് ചെയ്യാൻ നോക്കാം നമുക്ക്. പറഞ്ഞോളൂ. എസ് ഈക്വൽ ടു സെമി പെരിമീറ്റർ ആണ്. 20 പ്ലസ് 17 പ്ലസ് 13/2. 30 പ്ലസ് 20 50/2 25. എസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞ് കിട്ടി. ഫാക്ടറുകൾ പറഞ്ഞോളൂ. എസ് മൈനസ് എ. എസ് മൈനസ് എ ഈക്വൽ ടു 25 മൈനസ് 20 ഈക്വൽ ടു 5 വരും. എസ് മൈനസ് ബി ഈക്വൽ ടു 25 മൈനസ് 17 ഈക്വൽ ടു 7 വരും. എസ് മൈനസ് സി ഈക്വൽ ടു 25 മൈനസ് 13 ഈക്വൽ ടു എത്ര വരും? 12 വരും. 5 7 ആയിട്ട് 12 എന്ന് കിട്ടി. ഫാക്ടറുകൾ ഏതിന്റെ ഇക്വേഷൻ പറയാം? ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി. എന്താണ് അപ്പം? എസ് 25 എസ് മൈനസ് എ 5 എസ് മൈനസ് ബി 7 എസ് മൈനസ് സി 12. 4 കിട്ടും. പിന്നെ ഫാക്ടറാക്കി പറഞ്ഞോളൂ. 25 എനിക്ക് സിമ്പിൾ ആക്കി 5 into 5 എന്ന് പറയാം. 5 into 5. അടുത്ത 5 ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത 7 ഒന്നും ചെയ്യാൻ പറ്റില്ല. 12 എങ്ങനെയൊക്കെ പറയാം? 4 into 3 എന്ന് പറഞ്ഞൂടെ? 4 into 3 എന്ന് പറയാം. 4 into 3 എന്ത് വരും? എത്ര തവണ ഉണ്ടെന്ന് നോക്കാം. 1 2 3. ഒരു തവണ എഴുതുന്നില്ല. റൂട്ടിനകത്ത് ബാക്കി വരണം. ബാലൻസ് ഉണ്ട് 7 ഒന്നും ചെയ്യാൻ പറ്റില്ല. 4ന് റൂട്ട് എടുത്താൽ 2 വന്നു. ലാസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് വന്ന 5 7 3 അല്ലേ?
5 7 എത്രയാണ് 35 എത്രയാണ് 105 ഇതിനകത്ത് 105 എത്രയായിട്ടും 10 റൂട്ട് 105 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നമ്മൾ ട്രയാങ്കിൾ കണ്ടുപിടിച്ചു, ട്രയാങ്കിൾ സൈഡുകളെല്ലാം കണ്ടുപിടിച്ചു, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ?